തീർച്ചയായിട്ടും കരുവന്നൂരിലൊക്കെ BJP നിരന്തരമായി നടത്തിയ നിയമസമര പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ സുരേഷ് ഏട്ടന്റെ ഇടപെടലുകൾ, സുരേഷ് ഏട്ടന്റെ പദയാത്ര, അങ്ങനെ പല വിധത്തിലും ഈ ഭൂരിപക്ഷം അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ, അതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട്, എല്ലാ ജനങ്ങളുടെയും വിജയമായിട്ടാണ് സുരേഷ് ഏട്ടന് ഈ വോട്ട് ലഭിച്ചത്. ഇരിങ്ങാലക്കുടയിലെ ഈ ഭൂരിപക്ഷം തന്നെ കാണിക്കുന്നത് എല്ലാവരുടെയും വിജയമാണ്. അതുകൊണ്ടാണ് ഈ വിജയോത്സവം എന്ന് തന്നെ ഞങ്ങൾ ഇതിന് പേരിട്ടത്. ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുടയിൽ? ഫുൾ സപ്പോർട്ടായിരുന്നു. സാമുദായിക സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും ഇത്തവണ സുരേഷ് ഏട്ടനായിരുന്നു. ധാർമ്മികമായിട്ട് സത്യസന്ധമായിട്ടുള്ള സമീപനമായിരുന്നു അവരുടെ. അതുകൊണ്ട് അഗൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ എല്ലാ വിഭാഗങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും സുരേഷ് ഏട്ടനും നരേന്ദ്രമോദിക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇപ്പോ വരുന്ന ത്രിതല